കോഴിക്കോട് രണ്ടിടത്തെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതികൾ വിവിധ സ്റ്റേഷനുകളിലായി പിടിയിൽ. കൊടുവള്ളി വാവാട് തെയ്യത്തിൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ വയനാട് സ്വദേശി ഇജ്ലാൽ, വെളിയണ്ണൂർ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കൊയിലാണ്ടി സ്വദേശി അനീഷുമാണ് പിടിയിലായത്. രാത്രിയാണ് വാവാട് തെയ്യത്തിൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് മോഷണം നടന്നത്. ഓഫീസിലെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും 10 ഗ്രാം സ്വർണവും പ്രതി ഇജ്ലാൽ കവർന്നു. ഓഫീസിനകത്ത് സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVR അടിച്ചുമാറ്റി സമീപത്തെ വീട്ടുമുറ്റത്തെ കിണറ്റിലെറിയുകയും ചെയ്തു. എന്നാൽ തെളിവെടുപ്പിനിടെ കിണറ്റിൽ നിന്നും DVR കണ്ടെത്തി. കോഴിക്കോട് വയനാട് ജില്ലയ്ക്ക് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള നിരവധി കവർച്ച കേസിലെ പ്രതിയാണ് ഇജ്ലാൽ. വയനാട്ടിൽ നടന്ന മോഷണ കേസിൽ മീനങ്ങാടി പോലീസിന്റെ പിടിയിലായ പ്രതി ചോദ്യം ചെയ്യലിനിടെയാണ് വാവാട് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ വിവരം പുറത്തു പറഞ്ഞത്. 2022 പ്രതി ഇതേ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയിരുന്നു. പ്രതിയെ കൊടുവള്ളി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. നമ്രത്തുകര വെളിയന്നൂർ തെരുഗണപതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നമ്രത്തുകര സ്വദേശി അനീഷും പോലീസിന്റെ വലയിലായി. ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങളാണ് ഇയാൾ കുത്തിത്തുറന്നത്. നവരാത്രികാലം മുതലുള്ള പണം ഭണ്ഡാരത്തിലുണ്ടായിരുന്നു. ഒരു ഭണ്ഡാരം കുത്തിത്തുറന്ന ശേഷം സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. 2 എണ്ണം തകർത്ത നിലയിലുമായിരുന്നു. മോഷണം നടന്ന ഉടനെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിൽ സമാനമായ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.